മക്കളെ, ഞാൻ ഇന്നൊരു ഐതിഹ്യ കറിയാണ് വെക്കാൻ പോകുന്നത്. കൊഞ്ചും മാങ്ങ ഇട്ടൊരു കറിയാണ്. അതായത് ഉണക്ക ചെമ്മീനും മക്കളുമായിട്ട് മാവേലിക്കര ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഈ കറി വെക്കും. അതിനെ ഓർമ്മപ്പെടുത്തി ഞാൻ ചെമ്മീൻ ചൂടാക്കുകയാണ്. കറി വെക്കാനാണ് ചെമ്മീനും മാങ്ങയും ഇട്ട് ഒരു കറി. ഇവിടെ ഞാനൊരു തീയൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനായിട്ട് ഞാൻ ഒരു നാളികേരം, അരമുറി നാളികേരം മിക്സിയിൽ അടിച്ച് അരച്ചിട്ട്, മിക്സിയിൽ ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇരുമ്പെട്ടിയിൽ ചീനച്ചട്ടിയിൽ വെച്ച് ചെറുതായിട്ട് ഞാൻ ചെറിയ സിമ്മിൽ തീ കൊടുത്ത് ഇളക്കിയാണ്. ഇതിൽ ഞാൻ 3 സ്പൂൺ മുളക് പൊടി, കണ്ടല്ലോ, 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്തു. 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ചെറിയ തീയിലാണ് ഒരു നുള്ളു കൊച്ചു ജീരകം, ഒരു നുള്ളു പെരുംജീരകം, ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മളിതാ വട്ടത്തെ ചെറിയ സിമ്മിലിട്ട് ചെറുതായിട്ട് കൊടുത്ത് ഏകദേശം മൂക്കാറായി. കണ്ടല്ലോ, ഈ ഒരു മേനി മൂപ്പിൽ തന്നെ വേണം നമ്മൾ വാങ്ങി വെക്കാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക മക്കളെ. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഉണക്കച്ചെമ്മീനും മാങ്ങയും ചേർത്തുള്ള ഒരു തീയലാണ്. അതിനായി ഞാൻ എടുത്തു വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് നോക്കിയാട്ടെ. കണ്ടേ, ഉണക്കച്ചെമ്മീൻ ഞാൻ ചൂടാക്കി വെച്ചിരിക്കുന്നതാണ്. ചൂടാക്കി വൃത്തിയാക്കി വെച്ച് ഏകദേശം 50 ഗ്രാം. കൊച്ചു 2 തക്കാളി, വലിയൊരു മാങ്ങ, ഇതിവിടെ പിടിച്ചതാണ്, 5 പച്ചമുളക്, 15 ചെറിയ ഉള്ളി, 1 കുടം വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, 4 വെണ്ടയ്ക്ക, വലിയൊരു കിഴങ്ങ്. ഇനി അരമുറി തേങ്ങ, 3 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി. ഇതെല്ലാം കൂടെ ചേർത്ത് തേങ്ങ വറുത്ത് ഇറക്കാൻ നേരം 1 നുള്ളു ചെറുജീരകവും 1 നുള്ളു പെരുംജീരകവും ചേർത്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്താണ് ഞാൻ ഈ ഇറക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ആവശ്യത്തിനുള്ള എണ്ണ, കറിവേപ്പില, സ്പൈസസിൽ എന്തെങ്കിലും വേണമെങ്കിൽ എടുക്കാനായിട്ട് അതും അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അമ്മച്ചി ചട്ടി അടപ്പത്ത് വയ്ക്കട്ടെ. അമ്മച്ചി ചട്ടി അടപ്പത്ത് വെച്ചു, തീ കൊളുത്തി. ഇനി ചട്ടി ഏകദേശം ചൂടാകാറായി. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കിഴങ്ങൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് പകുതി വേവാകട്ടെ. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെക്കാം. അപ്പോൾ കിഴങ്ങ് വേവുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് അതിൻ്റെ മസാല തയ്യാറാക്കാം. അത് മിക്സിയിലൊന്ന് അരയ്ക്കാനാണ് ഞാൻ പോകുന്നത്. മിക്സിയിലോട്ട് പകരാൻ പോവുകയാണ്. ഇനി നമുക്ക് അടപ്പൊന്ന് മാറ്റി നോക്കാമേ. കിഴങ്ങ് ഏകദേശം ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചേർത്ത് കൊടുത്തു. ഇതിനോടൊപ്പം തന്നെ നമുക്ക് വെണ്ടയ്ക്കായും കൂടെ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇനി കൊടുക്കുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയാണ്. ഈ വെണ്ടയ്ക്ക ഇങ്ങനെ ഡയറക്റ്റ് കൊടുക്കുന്നത് എന്താണെന്നറിയാമോ? ഇതിൻ്റെ കൊഴുപ്പങ്ങ് മാറും. നമ്മളെല്ലാം കൂടെ കറി വെക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാകത്തില്ല. വെണ്ടയ്ക്കായൂടെ ആകുമ്പോൾ ആ കൊഴുപ്പങ്ങ് മാറി. വെണ്ടയ്ക്ക ഏകദേശം എണ്ണയിൽ ഒന്ന് വഴന്ന്. അപ്പോൾ ഇനി നമ്മൾ അടുത്തതായി കൊടുക്കുന്നത്, നമ്മൾ വെണ്ടയ്ക്ക ചേർത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ കൊടുക്കുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയുമാണ്. അതിനെയും കൂടെ ചേർത്ത് നമുക്കൊന്ന് ഇളക്കാം. അത് ഒരു 2 മിനിറ്റ് ഒന്ന് വഴന്ന് വരട്ടെ. ഇനി നമ്മൾ കൊച്ചുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൊച്ചുള്ളി ചേർത്ത് കൊടുത്തു. നമുക്ക് കൊച്ചുള്ളി എല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കാം. അടുത്തതായി പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൽ നമുക്ക് ആവശ്യമായ ഉപ്പും കൂടെ കൊടുക്കാം.
ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ചെമ്മീനെ കൊടുക്കുന്നത്. അതും കൂടെ ഇതാ ചേർത്ത് കൊടുത്തു. എല്ലാം കൂടെ ചേർത്ത് നന്നായി നമുക്കൊന്ന് ഇളക്കാം. അപ്പോൾ നമ്മൾ ചെമ്മീനും എല്ലാം കൂടെ ചേർത്ത് വഴന്നു. ഇനി ഇതിൽ നമ്മൾ തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ഒഴിക്കാൻ പോകുന്നത്. തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. ഈ കപ്പിന് 4 കപ്പ് വെള്ളം ചേർക്കാൻ പോവുകയാണ്. 4 കപ്പ് വെള്ളം ഇതേപോലെ ഞാൻ ഒഴിക്കും. 4 കപ്പ് വെള്ളമാണ് ഞാൻ തിളപ്പിച്ച് ഈ പാത്രത്തിൽ വെച്ചത്. അത് ഞാൻ ഒഴിച്ചു. അപ്പോൾ 4 കപ്പ് വെള്ളം ഞാൻ ഈ വഴറ്റി വെച്ചതിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ. ഇത് നമുക്ക് അടച്ച് വയ്ക്കാം. നമുക്ക് അടപ്പൊന്ന് മാറ്റി നോക്കാം. ഏകദേശം തിളയോടടുത്ത് വരുന്നു. ഈ സമയത്ത് നമുക്ക് നമ്മുടെ വലിയ കിളിച്ചുണ്ടൻ മാങ്ങയും കൂടെ കൊടുക്കാം. കണ്ടല്ലോ. ഇനി എല്ലാവരും കൂടെ ചേർന്ന് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് അരപ്പ് ചേർക്കാം. ഇപ്പോൾ ഞാൻ അടച്ചു വയ്ക്കാൻ പോവുകയാണ്. അടച്ചു വയ്ക്കട്ടെ. നമുക്ക് ഒന്ന് നോക്കാം. നന്നായി തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അടപ്പ് മാറ്റിയത് കണ്ടല്ലോ, നന്നായി തിളയ്ക്കുന്നുണ്ട്. നമുക്ക് ഒന്ന് ഇളക്കി നോക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതാ കണ്ടല്ലോ, ചേർക്കുവാണേ. അതിനെയും കൂടെ നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അവസാനത്തെ ചേരുവയായ തക്കാളി കൊടുത്തു. ഇനി നമുക്ക് ഒന്നും കൂടെ അടച്ചു വെച്ച് വേവട്ടെ. അരപ്പ് കൊടുത്തിട്ടില്ല, അരപ്പ് പിന്നെ കൊടുക്കാം. നമുക്ക് അടപ്പൊന്ന് മാറ്റി നോക്കാമേ. തക്കാളിയൊക്കെ ഏകദേശം എല്ലാവരും ഒരുവിധം വെന്തു. അപ്പോൾ ഈ സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ വെള്ളം ചേർത്തിട്ടില്ല, കണ്ടോളൂ. വെള്ളം ചേർത്തിട്ടില്ല, എണ്ണയാണ്. ഞാൻ പൊടിച്ചതാണ്. നല്ല നാളികേരം ആയതുകൊണ്ട് എണ്ണ തെളിഞ്ഞതാണ്. അപ്പോൾ ഇതമ്മ ചേർക്കുകയാണ്. നോക്കിക്കോ, പൊടിച്ചതേ ഉള്ളൂ, വെള്ളം ചേർത്തിട്ടില്ല. അതിനെ നമുക്ക് ഇതുവട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ അരപ്പ് നന്നായി യോജിപ്പിച്ചു. ഇനി നമുക്ക് സ്വല്പം കരിയാപ്പിലയും കൂടെ കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെക്കാം. ഒന്നും കൂടി നന്നായി വേവട്ടെ. അപ്പോൾ അമ്മ കരിയാപ്പില ചേർത്തു. ഇനി ഞാൻ ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് കറി നന്നായി ഒന്നുകൂടെ പറ്റട്ടെ. അപ്പോൾ ഞാൻ കാണിക്കാം. അപ്പോൾ നമുക്ക് കറി ഒന്നും കൂടെ നോക്കാം. കറി ഏകദേശം റെഡിയായി വന്നു. പക്ഷേ എണ്ണ തെളിഞ്ഞില്ല. അപ്പോൾ ഒരു 2 മിനിറ്റ് കൂടെ നമുക്ക് അടപ്പത്ത് തന്നെ ഇരുന്ന് ചെറു തീയിലൊന്ന് എണ്ണ തെളിയട്ടെ. എണ്ണ തെളിഞ്ഞിട്ട് നമുക്ക് വാങ്ങി വെക്കാം. അപ്പോൾ അമ്മ ഒന്നും കൂടെ ഒന്ന് അടച്ചു വെക്കാം. എണ്ണ തെളിഞ്ഞിട്ട് അമ്മ വിളിക്കുന്നുണ്ട്. അപ്പോൾ മക്കളെ, നമ്മൾ കറി വാങ്ങി വെക്കാറായി. അപ്പോൾ ഞാൻ അടപ്പ് മാണിക്കാം. കണ്ടല്ലോ, നന്നായി എണ്ണ തെളിഞ്ഞു. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി ഞാൻ കറി വാങ്ങി വെക്കാം. കണ്ടോ, ഞാൻ ഒന്ന് ചുറ്റിച്ച് വെക്കുകയാണ്. കണ്ടോ, കണ്ടല്ലോ, നോക്ക്. അപ്പോൾ മക്കളെ കണ്ടല്ലോ, നമുക്ക് കുറച്ച് ഉണക്ക ചെമ്മീനും ഒരു മാങ്ങായും ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നല്ല ഒരു തീയൽ ഉണ്ടാക്കാം.
ഇപ്പം മഴയായി, നമുക്കിപ്പോൾ മത്സ്യം മേടിക്കാൻ കമ്പോളത്തിൽ പോകണ്ട, മഴ നനയണ്ട. ഇവിടെ കുറച്ച് ഉണങ്ങിയ ചെമ്മീൻ ഞാൻ ഉണക്കി വെച്ചിരുന്നതായിരുന്നു നല്ല വെയിലുള്ള സമയത്ത്. ഇതും കൂടെ ആയപ്പോൾ തീർന്നു. അപ്പോൾ അതും നമ്മുടെ മാവേലി ഒരു മാങ്ങായും എല്ലാം കൂടെ ചേർത്തതാ ഫൈനായിട്ട് ഞാനൊരു തീയൽ ഉണ്ടാക്കി. നിങ്ങൾ കണ്ടല്ലോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള തീയലാണ്. ഞാനിതിൻ്റെ ഉപ്പുകളൊക്കെ നോക്കി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തീയൽ ഞാൻ തയ്യാറാക്കി. ഇത് ചോറിനും എന്തിനു വേണേലും കൊള്ളാം. കണ്ടല്ലോ. അപ്പോൾ തീയൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടവർ ഇതേപോലെ തീയലുണ്ടാക്കി മക്കൾക്ക് കൊടുക്കണം. എനിക്ക് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണണം, കമൻറ്റ് ചെയ്യണം, ഷോർട്സ് കാണണം, എന്നെ പ്രോത്സാഹിപ്പിക്കണം. എൻ്റെ ലൈവിലെല്ലാവരും വരണം. വരുന്നവരെല്ലാവരും ഈ വീഡിയോസൊക്കെ കണ്ട് മക്കൾക്ക് ഇതേപോലെ ചെയ്തു കൊടുക്കണം. ഉണക്കച്ചെമ്മീൻ ഇപ്പം നമുക്ക് വീട്ടിൽ ഉണക്കാൻ പറ്റിയില്ല എങ്കിൽ ഹൈപ്പർ മാർക്കറ്റുകളിൽ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കിട്ടും. ഒരു കൊച്ചു കവർ മേടിച്ച് ഒരു മാങ്ങയുമായിട്ട് ഞാൻ ഈ കാണിച്ച ഇൻഗ്രീഡിയൻസുമായിട്ട് ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കേ. എന്നാ ടേസ്റ്റായിരിക്കുന്നു. പിള്ളേരെല്ലാവരും ചോറ് കഴിച്ചോളും. അതുപോലെ തന്നെ വീട്ടിൽ ആർക്കാണോ തീയൽ കൂട്ടാത്തവർ ഇതൊന്ന് കൊടുത്ത് നോക്കേ, അവർ അടിയിട്ട് തീയൽ വാങ്ങി കഴിക്കും. അപ്പോഴാ എന്നെ കേൾക്കുന്ന എല്ലാവരും ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എൻ്റെ വീഡിയോ നിങ്ങൾ കാണുകയും വേണം. ലൈക്കും സബ്സ്ക്രൈബും ചെയ്തില്ല എങ്കിലേ അമ്മച്ചി പിണങ്ങുവേ, കേട്ടല്ലോ. അപ്പോൾ എല്ലാവരും ഞാൻ എടുത്തെടുത്ത് പറയുകയാണ്, എൻ്റെ വീഡിയോസ് കാണണം, അതേപോലെ എൻ്റെ ലൈവിൽ വരണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഒരു റെസിപ്പിയായിട്ട് വരുവുള്ളൂ. ബൈ മക്കളെ, ബായ്.